ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഉണ്ടെന്നിട്ട് ഞാൻ മാറി നിന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകാണ്ടിരുന്നിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകാനും ചെയ്യും. ഇപ്പൊ ആദ്യം മുതലൊക്കെ ഭയങ്കരമായിട്ട് തഴഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പോ ചേർത്ത് നിർത്തുന്ന കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണേ? അല്ല, ബ്രേക്കപ്പ് എന്ന് പറയാൻ ഞങ്ങൾ റിലേഷൻഷിപ്പ് അല്ല, നല്ല ഫ്രണ്ട് എന്നല്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് ഇല്ല. ഞാൻ ഡെയിലി ആലോചിക്കും, ഒരു ദിവസം ഞാൻ 1000 പ്രാവശ്യമെങ്കിലും ആലോചിക്കില്ല. ഇപ്പോഴും ആലോചിക്കും. ഇന്ന് ഞാൻ ഡെയിലി രാവിലെ വൈകുന്നേരം കിടക്കാൻ പോണതിൻ്റെ നമുക്ക് ഉറക്കം വരുന്നവർ ആലോചിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ ഒന്നും വിളിക്കില്ല, പറയില്ല, ഒന്നും ചെയ്യില്ല, മെസ്സേജ് ഒന്നും അയക്കില്ല. നാട്ടിൽ നിന്ന് പോകാൻ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. കാരണം നമ്മളെ അടിച്ചമർത്തേണ്ടി വരുന്ന നാട്ടുകാർക്ക്. അവരുടെ മുമ്പിൽ അവരിനും കാട്ടി ഒരു പവർഫുള്ളായിട്ട് എനിക്ക് ജീവിക്കണമെന്നുണ്ട്. അത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോണതിന് മുമ്പ് ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് ഞാൻ പോകുള്ളൂ. ഒരു ദിവസം ഞാൻ ജീവിച്ചിട്ട് ഞാൻ പോകുള്ളൂ. ഇതുമായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യത്തിൽ ഞാൻ ഒന്ന് പറയാം, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ഓ, അത് കൊള്ളാട്ടോ. ഇപ്പൊ ആദ്യം മുതലൊക്കെ ഭയങ്കരമായിട്ട് തഴഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പോ ചേർത്ത് നിർത്തുന്ന കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണേ? ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു സമയത്ത് നമ്മളെ മാറ്റി നിർത്തിയവർ പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്ത് വീഡിയോ ഒക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ തരണം, കെട്ടിപ്പിടിക്കണം, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇപ്പൊ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ എന്താ പറയാ, അപ്പുറത്ത് പോയിട്ട് വേറെ രീതിയിൽ പറയുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അവൻ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്രയും വാല്യൂ കൊടുത്ത് ട്രസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ പെട്ടെന്ന് പോയിട്ട് നിന്നെ എനിക്ക് വേണ്ട, നീ കള്ളം മാത്രം പറഞ്ഞ ഒരാളാണ്, അങ്ങനെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഫീലിംഗ് അല്ല, അത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവളുടെ അടുത്ത് എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് പോയി പറയും. ഇന്ന് ഇപ്പോൾ ഈ ദിവസം എന്തൊക്കെ നടക്കുന്നു അതൊക്കെ അവളുടെ അടുത്ത് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കമ്പനി കോൾ ചെയ്ത് 3 മണിക്കൂറൊക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം നിർത്താണ്ട് സംസാരിക്കും. അങ്ങനെ വന്നിട്ട് പിന്നെ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തു എന്നിട്ട് വൈകിട്ട് ഞാൻ അവനെ വിളിച്ചു, പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ അത് അവൾ സീരിയസ് ആക്കിയിട്ട് ഭയങ്കര സീനായി. അല്ല, ഞാൻ അവളുടെ വീട്ടിലേക്ക് വേണ്ടി പറഞ്ഞു. അല്ല, അവളുടെ വീട്ടിൽ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്, അമ്മയായിട്ടൊക്കെ നല്ല കമ്പനിയാണ്, അറിയോ അവർക്കൊക്കെ? നല്ല കമ്പനിയാണ്. അപ്പം ഞങ്ങൾ വിളിക്കും, അമ്മയൊക്കെ സംസാരിക്കണാണ്. അപ്പം അമ്മ അനിയത്തിയൊക്കെ സംസാരിക്കും. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ശരി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞു. അപ്പോഴേക്കും അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്നിട്ട് അങ്ങനെ അവൾ പെട്ടെന്ന് റേസ് ആയി എൻ്റെ അടുത്ത്. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു, കുറേ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല സോറി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ തെറ്റ് പറ്റിയാണ് പറഞ്ഞു. എന്നിട്ട് ഞാൻ പരമാവധി അവളുടെ അടുത്ത് പറഞ്ഞു, സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൾക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു ഞാൻ എന്ത് വരേണ്ടോ അത് പറയുമല്ലോ. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എൻ്റെ അടുത്ത് കള്ളം മാത്രം പറയുള്ളൂ, നീ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നന്നായി ഫീൽ ചെയ്ത് പറഞ്ഞാൽ ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്ത് കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ അവനോട് സംസാരിക്കാൻ പോയിട്ടില്ല. ഒരു വർഷമായി ബ്രേക്കപ്പ് ആയിട്ട്. 1 വർഷമായി അല്ലേ? ബ്രേക്കപ്പ് അല്ല, സംസാരിക്കുന്നുണ്ട്. ഇല്ലില്ല. അല്ല, ബ്രേക്കപ്പ് എന്ന് പറയാൻ ഞങ്ങൾ റിലേഷൻഷിപ്പ് അല്ല, നല്ല ഫ്രണ്ട് എന്നല്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് ഇല്ല, അവൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ സംസാരിക്കാനൊന്നും പോയില്ല. അവളും വന്നില്ല. പിന്നെ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് പഴയതുപോലെ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ട്രസ്റ്റ് അവിടെ ഇല്ലാണ്ടായി. പിന്നെ എനിക്ക് അങ്ങനെ പറ്റിയില്ല, സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ വിളിച്ചില്ല. 1 വർഷം കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രണയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇല്ല, ഇത് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പൊ ഞാൻ നേരത്തെ വീഡിയോയില് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, പഴയ കാമുകിയുടെ പേര് ഇങ്ങനെ ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോ അതൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇപ്പോഴും ആ ഒരു കുട്ടീനെ മനസ്സിൽ കൊണ്ട് നടക്കും. ഞാൻ ഡെയിലി ആലോചിക്കും, ഒരു ദിവസം ഞാൻ 1000 പ്രാവശ്യമെങ്കിലും ആലോചിക്കില്ല. ഇപ്പോഴും ആലോചിക്കും. ഇന്ന് ഞാൻ ഡെയിലി രാവിലെ വൈകുന്നേരം കിടക്കാൻ പോണതിന്റെ നമുക്ക് ഉറക്കം വരുന്നവർ ആലോചിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ ഒന്നും വിളിക്കില്ല, പറയില്ല, ഒന്നും ചെയ്യില്ല, മെസ്സേജ് ഒന്നും അയക്കില്ല. അമ്മ മുമ്പിലിരിപ്പുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. അല്ല, അമ്മയ്ക്ക് അറിയാം, ഞാൻ പറയും, അമ്മയ്ക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് എന്താ പറഞ്ഞേ? അമ്മ ഇങ്ങനെ വിളിക്കുന്നൊക്കെ അറിയാം. അപ്പൊ അമ്മ ഇങ്ങനെ ഭയങ്കര ഇതാണ്. അമ്മ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? അമ്മ എപ്പോഴാ കൂട്ടിട്ട് വരുന്നത്. അടിപൊളി. അപ്പൊ വീട്ടില് ഫുള്ള് എല്ലാ കാര്യങ്ങളും സപ്പോർട്ടാണ്. എന്താ പറയാ, വിളിച്ചു കൊണ്ടുവന്നാലും കുഴപ്പമില്ല, കേറ്റും. ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഈ വ്ളോഗിങ് ആക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയ പൈസയുടെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണ്ട, ഈ ഒരു കാര്യം പുറത്തേക്ക് അറിയിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ വീഡിയോ എടുക്കുന്ന പൈസക്ക് വേണ്ടിയിട്ടല്ലേ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ നീ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് ഈ വീഡിയോ എന്താണെന്നോ യൂട്യൂബ് എന്താണെന്നോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളത് അങ്ങനെ പറയാം. അപ്പോൾ അത് ഞാൻ പറയും പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അവർ നമ്മളെ പോലെ മനുഷ്യന്മാരാണ്. ചിലപ്പോൾ അവർക്ക് ഇടാൻ ഡ്രസ്സ് പോലും ഉണ്ടാവില്ല, കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടാവില്ല.
അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇന്നല്ലെങ്കിൽ നാളെ വേറെ ഒരാളിങ്ങനെ ചെയ്താൽ അത് നമ്മുടെ വലിയൊരു കാര്യമാണ്, എനിക്കത് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ അതിനടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഇതിന് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വരികയാണെങ്കിൽ അതിലുള്ള പൈസ ഫുള്ള് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പകുതി മുക്കാൽ പൈസ ഞാൻ അർഹതപ്പെട്ടവർ കൊടുക്കാമെന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ചാനൽ തുടങ്ങിയ സമയത്തിട്ടാണ്. ഇപ്പോൾ ഒരു കുരു വന്നാലോ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാലോ പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ അഭിലാഷിന് ശരിക്കും എന്താ പറയാനുള്ളത്? അവൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ അവർക്കും ഒരു ഇതുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. അതെന്താ എന്തോ ആയിക്കോട്ടെ, എന്താഗ്രഹമെങ്കിലും അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു പരിശ്രമിക്കണം. ഇപ്പം എൻ്റെ കാര്യം തന്നെ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഉണ്ടെന്നിട്ട് ഞാൻ മാറി നിന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകാണ്ടിരുന്നിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിപ്പെട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. ആരൊക്കെ വന്ന് പിന്നാലെ പിടിച്ചു വലിച്ചാലും പിന്മാറില്ല, മുമ്പോട്ട് തന്നെ പോകും. അപ്പോൾ എല്ലാവരും എനിക്ക് അതാ പറയാനുള്ളൂ, എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുക തന്നെ വേണം. കുറേ പേരുണ്ടാവും, നീ ചെയ്യണ്ട, നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കില്ല. എൻ്റെ ലൈഫിലുണ്ടായ കാര്യമാണ്, നീ ഇങ്ങനെ ചെയ്താൽ എൻ്റെ കൂടെ ഞാൻ നിൽക്കില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മളത് മെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണോ ആവേണ്ടത്, നമ്മളെന്താണോ നേടേണ്ടത് അത് നേടുക തന്നെ വേണം. നമുക്ക് ഫുഡ് തരുന്ന അവരല്ലല്ലോ, നമ്മളല്ലേ. അപ്പോൾ നമ്മളത് നോക്കിയാൽ മതി. ഇപ്പോൾ ആദ്യമൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് മാറ്റി നിർത്തലുകളൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ വേണ്ട എല്ലാം നിർത്താം അല്ലെങ്കിൽ എന്താ പറയുക നാട്ടിൽ നിന്നൊക്കെ പോവാം എന്നുള്ള രീതിയിലോ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നാട്ടിൽ നിന്ന് പോകാൻ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. കാരണം നമ്മളെ അടിച്ചമർത്തേണ്ടി വരുന്ന നാട്ടുകാർ, അവരുടെ മുമ്പിൽ അവരിനും കാട്ടി ഒരു പവർഫുള്ളായിട്ട് എനിക്ക് ജീവിക്കണമെന്നുണ്ട്. അത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോണതിന് മുമ്പ് ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് ഞാൻ പോകുള്ളൂ. ഒരു ദിവസം ഞാൻ ജീവിച്ചിട്ട് ഞാൻ പോകുള്ളൂ. അതെനിക്ക് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. കാരണം നമ്മൾ അടിച്ചമർത്തിയവർ, നമ്മൾ മാവിൽ താഴേൻ്റെ അപ്പുറം നമ്മൾ താഴുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതാണ്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് എന്തായാലും അച്ചീവ് ചെയ്തിട്ട് പോകുള്ളൂ, അവർ വാശിയിലാണ്. ജോലി കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ലൈഫിൽ? ഉണ്ടായി. ഞാൻ മുമ്പ് ഇതേപോലെ 10th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു വർക്കിന്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, 9th ഞാൻ പോയിട്ടുണ്ട്. 10th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോയി ഒരു വർക്കിന് പോയി. അപ്പോൾ വർക്കിന് പോയപ്പോൾ അവർ പറഞ്ഞു, എന്താണ് ഇത് പറ്റില്ല, നിന്നെ അവിടെ നിർത്താൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കത് അതൊന്നും മനസ്സിലായി, എന്താ കാര്യം എന്ന് മനസ്സിലായി. പിന്നെ ഞാനൊന്നും സംസാരിക്കാനൊന്നും നിന്നില്ല, അങ്ങനെ മാറി. പിന്നെ അവിടെ പോയില്ല. പിന്നീട് കുറച്ചുകൂടി വലുതായപ്പോഴേക്കും എങ്ങനെയായിരുന്നു അതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇനി എനിക്ക് ഏത് ജോലി ചെയ്യും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ? ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ പണിക്ക് പോയി. അങ്ങനെ പിന്നെ ഇപ്പോൾ കുറേ അങ്ങനെ പണിക്കൊക്കെ പോയി. ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഇലക്ട്രീഷ്യൻ പണിക്കൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പഠിക്കാനും പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഈ വ്ളോഗിംഗ് ഒക്കെ ഇനി ഏത് പാറ്റേണിൽ കൊണ്ടുപോകണമെന്ന ആഗ്രഹം? അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ മാറ്റി പിടിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി വേറൊരു രീതിയിലേക്കൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹം? കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അർഹതപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക. പിന്നെ പാവപ്പെട്ട കുട്ടികളില്ലേ, പഠിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടായില്ലേ, അപ്പോൾ പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്, അവരിനെ എൻ്റെ ചിലവിൽ എനിക്ക് പഠിപ്പിക്കണം. അതെൻ്റെ വലിയ ആഗ്രഹം. എൻ്റെ അമ്മേൻ്റെ ആണെങ്കിലും വലിയൊരു ആഗ്രഹമാണ്. അനാഥാലയത്തിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കുക, പിന്നെ അവരിനെ ഈ ഓർഫണേജ് ഒക്കെ ഇല്ലേ അവിടെ പോയിട്ട് അവരിനെ നമ്മളെ നോക്കുക, അവൻ്റെ കൂടെ നിൽക്കുക ഒരു ദിവസം ഫുള്ള്. അതൊക്കെ എൻ്റെ അമ്മേൻ്റെയും എൻ്റെയൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ ഈ ഇടയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോകാമെന്നുള്ള മൈൻഡിലാണ്. ഇപ്പോൾ ലൈഫിൽ ഏറ്റവും ഭയങ്കര വിഷമിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ട്രസ്റ്റ് ചെയ്തിട്ട് പോയി. അതല്ലാതെ വേറെ എന്തെങ്കിലും ഈ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളായിട്ട് എന്തെങ്കിലും? ഇല്ല, നമുക്കറിയാലോ അവരെന്തുകൊണ്ടാണ് മാറ്റുന്നത്, നമുക്കറിയാം. അപ്പം നമ്മൾ പിന്നെ അങ്ങനെ എനിക്ക് ഇതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വേദന വന്നില്ല. മുമ്പ് ഉണ്ടായിരുന്നു, അത്രയില്ല. എന്നാലും നമുക്കറിയാം, അയ്യോ എന്നെ മാറ്റി നിർത്തിയല്ലേ, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. അപ്പം നമ്മളെ മാറ്റി നിർത്തിയാൽ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ അന്ന് വിഷമമൊന്നും അല്ല. അന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാർ ഇന്ന് വ്ളോഗ് ചെയ്യാൻ പോകുമ്പോഴത്തേനും ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ വരാറുണ്ട്. അവര് എന്നെയും കൂടി വീഡിയോ എടുക്കണം, നീ എന്താ എന്നെയും കൂടെ എടുക്കുന്നത്, ഞങ്ങളുടെയൊക്കെ നിന്റെ ചാനൽ ഇട്ടണം, അങ്ങനെ ഇപ്പോഴും പറയാറുണ്ട്. നീ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളെയും കൂടി ചേർത്തെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ പറയാം, ചേർത്താ സമയം ഉണ്ടല്ലോ. അഭിലാഷിന് റീൽസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ ഏതെങ്കിലും സിനിമയുടെ ഡയലോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും? സിനിമ ഡയലോഗ് വെച്ചാൽ എൻ്റെ ഇതുമായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം ഞാൻ ഒന്ന് പറയാം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ഓ, അത് കൊള്ളാട്ടോ. അതെ, ഒരിക്കലും തോറ്റ എനിക്ക് ശീലമേ ഇല്ല എന്നുള്ളത്. നമ്മൾ ഒരുപാട് മുമ്പ് നമ്മളെ ഇങ്ങനെ തോൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ പിടികൊടുത്തിട്ടില്ല. ഇത് തോൽക്കൂല, അത് വാശിയും.
വാശിയാണ്, തോക്കയില്ല. ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്താ പറയാ കാര്യങ്ങളൊക്കെ നേടിയെടുക്കും അല്ലേ? അങ്ങനെ. അപ്പോൾ ഒരുപാട് താങ്ക് യു, കുറച്ചു നേരം നമുക്ക് സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു.